Meet the editors. ആറാം ഘട്ടം ചിത്രം തെളിഞ്ഞോ എന്നതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ചിത്രം തെളിഞ്ഞോ? എന്താണ് ചിത്രം? ഈ ആറാം ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ, ഇന്ന് ആളുകൾ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോഴാണ്, ഈ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായത് ഇന്ത്യയിലൊരു ആൾദൈവമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മത്സരിക്കുന്നത്, ആ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെന്ന്. കാരണം വെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് നരേന്ദ്രമോദി സ്വയം പ്രഖ്യാപിച്ച് പ്രചരണം നടത്തിയ ഒരു ഘട്ടമാണല്ലോ ഈ ആറാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ദൈവത്തെ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നൊരു ചോയ്സ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ഘട്ടം എന്ന പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ഏതായാലും അദ്ദേഹം ആ പ്രസ്താവന ഒരിക്കൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അത് അദ്ദേഹം ആവർത്തിച്ചിട്ടില്ല. അത്രയേറെ പരിഹാസത്തിന് ആ പ്രസ്താവം ഇടയാക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ആവർത്തിച്ചിരുന്നു അല്ലേ NDTVയുടെ ഇൻ്റർവ്യൂവിൽ. ശരി, ഏതായാലും ആ പ്രസ്താവത്തോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ കഴിയുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സുപ്രധാനമായ ഘട്ടമായി കാണുന്നത് ഈ 5, 6, 7 എന്നീ 3 ഘട്ടങ്ങളെയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ 162 സീറ്റുകളിലേക്കാണ് ഈ 3 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഇനിയിപ്പോൾ 55 സീറ്റുകളിലേക്ക് കൂടിയേ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളൂ. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഏകപക്ഷീയമായിരിക്കും എന്ന ഒരു വിലയിരുത്തലാണ് മാധ്യമങ്ങൾക്കുണ്ടായിരുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ടായിരുന്നത്. എന്തിനേറെ പ്രതിപക്ഷ ഐക്യമുണ്ടായിരിക്കുമ്പോൾ പോലും ഓരോ പ്രതിപക്ഷ പാർട്ടിക്കും ഉണ്ടായിരുന്നത് BJP ഏകപക്ഷീയമായി വിജയിച്ച് കയറാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. 400 സീറ്റ് അവർക്ക് ലഭിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നൊരു വിചാരത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഈ രാജ്യത്ത് ആരംഭിച്ചത്. അതേ ആത്മവിശ്വാസത്തിലാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ അജണ്ടയും തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അവർ ആദ്യഘട്ടത്തിൽ നമുക്കറിയുന്നത് പോലെ ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രസംഗമോ ഒരു തരത്തിലുള്ള വർഗീയ പ്രചാരണത്തിനോ മുതിരാതിരുന്നത്. മറിച്ച് വെൽഫെയർ പൊളിറ്റിക്സ് ആണല്ലോ മുന്നോട്ട് വെച്ചത്. അതായത് മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ പരിവാർ, മോദി ബ്രാൻഡ്, മോദിയുടെ പ്രഭാവം, അങ്ങനെ മോദി കേന്ദ്രീകൃതമായി ലോകത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ വളർത്താൻ പോകുന്നൊരു സർക്കാരിനെയാണ് ഇനി രൂപം കൊടുക്കാൻ പോകുന്നത് എന്ന മറ്റുള്ള പ്രചാരണമാണ് ആദ്യഘട്ടത്തിൽ അവർ ആസൂത്രണം ചെയ്തത്. കാരണം ഡിഫോൾട്ടായിട്ട് ഈ വിദ്വേഷമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അറച്ചൽ രാമക്ഷേത്രം അവിടെ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞിരിക്കുന്നു, CAAയുടെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ഡിഫോൾട്ടായിട്ട് ഈ ആൻറ്റി മുസ്ലിം നീക്കങ്ങളെല്ലാം അവിടെയുണ്ട്. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം ഈ വോട്ടർമാർക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നമുക്ക് തൽക്കാലം പറയേണ്ടത് ഇനി വെൽഫെയർ പൊളിറ്റിക്സ് ആണ്. ആ രീതിയിലുള്ളൊരു പ്രചരണമാണ് BJP ആസൂത്രണം ചെയ്തത്. എന്നാൽ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല, രാജ്യത്ത് മറ്റൊരു കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട്, അതൊരു മാറ്റം ആഗ്രഹിക്കുന്ന കാറ്റാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക്, ഏകദേശ ധാരണയിലേക്ക് ഇന്ത്യയിലെ ഏറെക്കുറെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും എത്തിച്ചേരുന്നത് ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അവിടെ മുതലാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം മാറ്റുന്നത്, അഥവാ മോദി തന്നെ അത് നേരിട്ട് മാറ്റുന്നത്. പിന്നീടാണ് നമ്മൾ ഈ ആൻറ്റി മുസ്ലിം സ്ലോഗൻസ് ഉയർന്നു വരുന്നതും വിദ്വേഷ പ്രസംഗങ്ങൾ വരുന്നതും ഒക്കെ കാണാൻ തുടങ്ങിയത്. അങ്ങേയറ്റം വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് BJP മാറാൻ തുടങ്ങുന്നൊരു സാഹചര്യം രണ്ടാം ഘട്ടം കഴിയുമ്പോൾ കാണുന്നു. എന്താണ് രണ്ടാം ഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്? അത് വീണ്ടും രാജ്യത്ത് ഇതാ ഒരു പരിവർത്തനം എന്ന വാക്കാണ് കേട്ടോ. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത്, നിങ്ങൾ ഈ ഗ്രാമങ്ങളിലൂടെ പല ഓൺലൈൻ മീഡിയകളും സഞ്ചരിക്കുകയും അവർ ചെറിയ ചെറിയ മനുഷ്യർ ഈ പറയുന്ന ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങളിലേക്കൊക്കെ പോയിട്ട് ആളുകളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരിവർത്തൻ എന്നൊരു വാക്ക് ആവർത്തിച്ചവർ പറയുന്നു. ഒരു പരിവർത്തനം ആഗ്രഹിക്കുന്നു, ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള മട്ടിലുള്ള ബൈറ്റുകൾ വളരെ സുലഭമായി നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ വഴി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ടാം ഘട്ടം കൂടി കഴിഞ്ഞപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഇന്ത്യ മുന്നണിക്കും വ്യക്തമായി, മാധ്യമങ്ങൾക്ക് വ്യക്തമായി, രാഷ്ട്രീയ നിരീക്ഷകർക്ക് വ്യക്തമായി, BJPക്ക് നന്നായി വ്യക്തമായി. കാരണം രാജ്യത്ത് അനായാസമായൊരു വിജയം സാധ്യമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് തങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് BJPക്ക് ബോധ്യപ്പെട്ടു. മൂന്നാം ഘട്ടമായപ്പോൾ അതിലൊരു വ്യക്തത തന്നെ വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നീട് വരുന്ന ഓരോ ഘട്ടങ്ങളും വളരെ നിർണായകമാണ്. അതായത് 5, 6, 7 ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ രാജ്യത്തൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ട ജനങ്ങളാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ആറാം ഘട്ടം വളരെ നിർണായകമാണ് എന്ന്. ഈ ആറാം ഘട്ടത്തിൻ്റെ ഒരു സവിശേഷത നോക്കിക്കോളൂ. 58 സീറ്റുകളിലേക്കാണല്ലോ ഇന്ന് വോട്ടെടുപ്പ് നടന്നിരിക്കുന്നത്. ഈ 58 സീറ്റുകളിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് കഴിഞ്ഞ 2019 ജയിച്ചിട്ടില്ല. 40 സീറ്റുകളിലും വിജയിച്ചത് BJP ആണ്. ബാക്കി 18 സീറ്റുകളെന്ന് പറയുന്നത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്,
ബീഹാറിലെ JDU, അതുപോലെ തന്നെ രാംവിലാസ് പാസ്വാന്റെ മകൻ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ലോക് ജനശക്തി പാർട്ടി, അതേപോലെ ഉത്തർപ്രദേശിൽ BSP, ഒഡീഷയിൽ JDU, ക്ഷമിക്കണം BJD, ഈ പാർട്ടികളൊക്കെയാണ് സീറ്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് 2019 സംഭാവന ചെയ്യാത്ത 58 കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് വലിയ വിജയം ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വലിയ വിജയമെന്ന് ഞാൻ പറയുമ്പോൾ നോക്കൂ, ഇപ്പോൾ ഹരിയാന 10 സീറ്റുകളും BJPക്ക് സമ്മാനിച്ചൊരു സംസ്ഥാനമാണ് 2019 ഹരിയാന എന്ന് പറയുന്നത്. ആ സംസ്ഥാനത്ത് ആ വിജയം BJP ആവർത്തിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസിനൊരു സ്വീപ്പിംഗ് വിക്ടറി ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റുകൾ BJPക്കാണ് ഹരിയാന സമ്മാനിച്ചതെങ്കിൽ ഇപ്രാവശ്യം 10 സീറ്റുകൾ കോൺഗ്രസിന് സമ്മാനിക്കാൻ ഹരിയാന തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? വളരെ സിമ്പിളാണ് കാര്യം. ഇപ്പോൾ ജനശക്തി പാർട്ടി, അവിടുത്തെ ഈ JJP എന്ന് പറയുന്ന ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടി BJPയിൽ നിന്ന് വിട്ട് കോൺഗ്രസുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. 1. 2, ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ വളരെ ശക്തമായ ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തിയിരിക്കുന്നു. അവിടെ നിന്ന് അവർക്ക് എല്ലാ ഗ്രാമങ്ങളിലും യൂണിറ്റുകളുള്ള ഒരു പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി അവിടെ മാറിയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് അനുയായികൾ അവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. പിന്നെ ശക്തമായ BJP എതിർവികാരം, മനോഹർലാൽ ഖട്ടറിനെ മാറ്റുന്നതോടുകൂടി ഉണ്ടായിട്ടുള്ള BJPക്ക് എതിരായൊരു വികാരം, ഈ വികാരങ്ങളെല്ലാം അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഹരിയാനയിൽ അതിശക്തമായൊരു കോൺഗ്രസ് തരംഗം നിലനിൽക്കുന്നു. വലിയ നേട്ടം ഹരിയാനയിൽ ഇക്കുറി കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്നു, ആം ആദ്മി പാർട്ടിയുടെയും JJPയുടെയും പിന്തുണയോടെ. അതിന് തൊട്ടിപ്പുറത്താണല്ലോ ഡൽഹി നിൽക്കുന്നത്. 7 സീറ്റുകളും കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി സമ്മാനിച്ചത് BJPക്ക് തന്നെയാണ്. പക്ഷേ ഇക്കുറി അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന ആ ഒരു വലിയ തരംഗം, ഇപ്പോൾ ഒരു വ്യക്തിയല്ലല്ലോ ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്നത്, ഒരു വലിയ തരംഗമായി മാറിയിട്ടുണ്ട്. ആ തരംഗം ആഞ്ഞടിക്കുന്നൊരു ഒരു സംസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെയും വലിയ വിജയം ഇന്ത്യ മുന്നണി നേടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊന്ന് ബംഗാളാണ്. ബംഗാളിൽ നമ്മളിപ്പോൾ അവസാനം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ 2 ശ്രമങ്ങളായിരുന്നു. ഒന്ന് സന്ദേശ് ഖലിയും, 2 CAA-യും. CAA വ്യക്തമായും ബംഗാളിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നടപ്പാക്കിയ ഒരു വിജ്ഞാപനം ഇറക്കലാണ്, ഒരു നടപടിയാണ്. കാരണം എന്താ, ഏതാണ്ട് 30%-നും 35%-ഓളം മുസ്ലിങ്ങളുള്ളൊരു സ്ഥലമാണത്. അവിടെ ഒരു ആൻറ്റി മുസ്ലിം വികാരമുണ്ടാക്കി ഹിന്ദു വോട്ടിനെ ഒറ്റയടിക്ക് നേടാമെന്ന് BJP കരുതിയിരുന്നു. അതാണ് CAA ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ കൃത്യതയോടുകൂടി ആ വിജ്ഞാപനം ഇറക്കുന്നതിൻ്റെ ലക്ഷ്യം ബംഗാൾ തന്നെയായിരുന്നു. ഒരു സംശയവും ആ കാര്യത്തിനകത്തില്ല. പക്ഷേ സന്ദേശ് ഖലി അവിടെ വർക്ക് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ ഇന്നിരിക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത എന്താണ്? സിറിയ പർവീൺ എന്ന് പറയുന്ന BJPയുടെ സെക്രട്ടറി ആ പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുകയും അവിടെ ഒരു റാലിയിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് BJP സ്ക്രിപ്റ്റ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു സന്ദേശ് ഖലി എന്നും അത് സംബന്ധിച്ചുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ വീഡിയോസൊക്കെ ഈ പറഞ്ഞ കണക്ക് ആളുകളെ കാണിച്ചുകൊണ്ടാണ് അവർ ആ പാർട്ടി വിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. സന്ദേശ് ഖലി അവിടെ വർക്ക് ചെയ്യുന്നില്ലെന്ന് മാത്രവുമല്ല, BJP കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ നേട്ടം സ്വാഭാവികമായും എൻ ബ്ലോക്കായി നിന്ന് മുസ്ലിങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നേട്ടം BJPക്ക് ഉണ്ടാക്കാനും കഴിയില്ല. അതാണ് ബംഗാളിലെ സ്ഥിതി എന്ന് പറയുന്നത്. ബീഹാറിൽ JDUവും LJPക്കുമാണ് ഈ ഘട്ടത്തിൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ള പാർട്ടികൾ. JDUവിനെതിരെ ശക്തമായ വികാരമുണ്ട്, LJPക്കെതിരായിട്ടും ശക്തമായ വികാരമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് LJP ഈ തിരഞ്ഞെടുപ്പിൽ പിളർന്ന പാർട്ടിയാണ് എന്നുള്ളതാണ്. ചിരാഗ് പാസ്വാനാണ് BJPക്കൊപ്പം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാംവിലാസ് പാസ്വാന്റെ അനിയൻ ഒരു നല്ല വിഭാഗത്തെ അടർത്തി ഇന്ത്യ ബ്ലോക്കിനോടൊപ്പമാണ് എന്നുള്ളൊരു പ്രശ്നവും ബീഹാറിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ RJDക്ക് ഒരു പാർലമെൻറ്റ് സീറ്റ് പോലും സമ്മാനിക്കാതിരുന്ന സംസ്ഥാനമാണ് കേട്ടോ ബീഹാർ. RJDക്ക് ഒരു MP പോലുമില്ല. എന്നാൽ അവിടെ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സിംഗിൾ പാർട്ടി RJD ആയിരുന്നു. 75 സീറ്റ് നിയമസഭയിൽ അവർക്കുണ്ട്, 70 സീറ്റേ ഉള്ളൂ BJPക്ക്. എന്നിട്ട് കൂടിയും അവർക്ക് 2019 ആ വലിയ വിജയം 2021 സമ്മാനിച്ചപ്പോഴും 2019 ഒരു സീറ്റ് പോലും RJDക്ക് കൊടുക്കാത്ത സംസ്ഥാനമാണ്. ലാലു പ്രസാദ് യാദവിന് കൊടുക്കാത്ത സംസ്ഥാനമാണ് ബീഹാർ. പക്ഷേ ഇപ്രാവശ്യം തേജസ്വി യാദവ് എന്ന് പറയുന്ന ഒരു വലിയ തരംഗം ബീഹാറിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന 58 സീറ്റുകളിലേക്ക് ഇന്ന് നടന്നിരിക്കുന്ന വോട്ടെടുപ്പ് 2 കാരണങ്ങളാൽ പ്രധാനമാണ്. ഒന്ന്, ഈ പറയുന്ന രാജ്യത്തൊരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ടാവുകയും അത് ഏറെക്കുറെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പാർട്ടികളും BJP തന്നെയും അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ജനങ്ങൾ വോട്ടെടുപ്പിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് കാണും. അതുകൂടാതെ അരവിന്ദ് കേജ്രിവാൾ അടക്കം, അതുപോലെ തന്നെ ഹരിയാനയിലെ സാഹചര്യങ്ങൾ, ബംഗാളിലെ സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് 58 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് പോലും കിട്ടാതിരുന്ന കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. പ്രതിപക്ഷത്തിന് ഒന്നടങ്കം വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഘട്ടമായിട്ടാണ് ഈ 6ാം ഘട്ടത്തെ ഞാൻ. 6ാം ഘട്ടം ചിത്രം തെളിഞ്ഞു എന്ന ചോദ്യത്തിന് ചില കാര്യങ്ങളിൽ തെളിയുന്നു. ഇന്നത്തെ തെളിയലിൽ ഒരു മനോഹരമായ ദൃശ്യം കൂടിയുണ്ട്.
ഗാന്ധി കുടുംബം തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിനല്ലാതെ വോട്ട് ചെയ്യുന്ന ഒരു ചിത്രം. ഇത് രാഹുൽ ഗാന്ധിയായും സോണിയാഗാന്ധിയും പ്രിയങ്കയും ഒക്കെ വോട്ട് ചെയ്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണ്, സോംനാഥ് ഭാരതിക്കാണ് വോട്ട് ചെയ്തത്. അപ്പുറത്ത് അരവിന്ദ് കെജ്രിവാൾ വോട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിനാണ്. അതുപോലെ സീതാറാം യെച്ചൂരി വോട്ട് ചെയ്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണ്. തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഒരു പ്രത്യേക ഘട്ടത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാനായി ഉണ്ടാകുന്ന ആ സഖ്യത്തിൽ ഇത് ഒക്കെ സാധ്യമാണ് എന്നൊരു മനോഹരമായ കാഴ്ചയാണ് ഈ 6ാം ഘട്ടം കാണിച്ചു തരുന്നത്. അതിനപ്പുറമുള്ള സ്ഥിരം കാഴ്ചകൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും 1ാം ഘട്ടം കഴിഞ്ഞിട്ടുള്ള സ്ഥിരം കാഴ്ചകൾ അപ്പുറത്ത് കാണുന്നുമുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മൃദുവായുള്ള ഉപദേശത്തിന് ശേഷവും തൻ്റെ രീതികൾ അതേപടി മോദി തുടരുന്നതാണ് കണ്ടത്. ബീഹാറിൽ പാടലിപുത്രയിലാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ സംവരണമെടുത്ത് അപ്പുറത്ത് കൊടുക്കും കോൺഗ്രസ് എന്ന് പറയുന്നു. അവിടെ അവർ മുജ്ര ആടുകയാണെന്നാണ് പറഞ്ഞത്. മുജ്ര എന്ന് വെച്ചാൽ ഈ മുഗൾ കാലത്തെ ഡാൻസാണ്. മുഗൾ കാലത്തെ ഡാൻസ് എന്ന് പറഞ്ഞാൽ മെഹഫിലുകളിൽ ഈ രാജാക്കന്മാരെ ചക്രവർത്തികളൊക്കെ ആകർഷിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഒരു മദ്യവും സ്ത്രീയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഗീത സഭ അല്ലേ, ആ മുജ്ര ആടുകയാണെന്ന്. അപ്പോൾ അത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ചതിനെതിരെ പ്രിയങ്ക അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് അദ്ദേഹം പോകുന്നത്? ഇപ്പോൾ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ് വിഭജനത്തിൻ്റെ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തരുന്നത്, പക്ഷേ അദ്ദേഹം അത് തുടരുക തന്നെ ചെയ്യുന്നു. പിന്നെ അടുത്ത പ്രതികരണം, കഴിഞ്ഞ ദിവസം നടത്തിയ അതേ പ്രതികരണം, ദൈവപുത്രൻ എന്നുള്ള പ്രഖ്യാപനം. ഞാനിപ്പോൾ എൻ്റേത് ഒരു ഉന്മാദത്തിൻ്റെ രീതിയാണെന്നൊക്കെ ചിലർ പറഞ്ഞു. രാഹുലിൻ്റെ വിമർശനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞാണ്. അങ്ങനെയൊക്കെ ചിലർ വിമർശിച്ചേക്കാം. പക്ഷേ ഞാനിപ്പോഴും കരുതുന്നത് ദൈവിക പരിവേഷമുള്ള ആളാണ് ഞാൻ. അതായത് തന്നെ പരമാത്മാവ് പ്രത്യേക ദൗത്യത്തിനായി ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ ഞാനിതാ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വർഗീയ നിലപാടൊക്കെ അപ്പുറത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ദൈവപുത്രൻ എന്ന് ഇപ്പുറത്ത് പറയുന്നത്. അപ്പുറത്ത് കങ്കണ റണത്തിന് വേണ്ടി പ്രചാരണം നടത്തുമ്പോൾ അദ്ദേഹം UCC നടപ്പാക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് കോൺഗ്രസ് ആകട്ടെ മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ പേരിൽ ശരീഅത്ത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്ന് നടന്നിരിക്കുന്ന പ്രസംഗങ്ങൾ. ഇന്നത്തെ പോളിംഗ് ശതമാനം പതിവ് പോലെ താഴെയാണ് കാണിക്കുന്നത്. ഏറ്റവും പ്രധാനം ഡൽഹിയിലെയും ഹരിയാനയിലും തെരഞ്ഞെടുപ്പാണെന്നാണ് ഞാൻ കരുതുന്നത്. ഡൽഹിയിൽ കേജ്രിവാൾ ജയിൽ മോചിതനായ ശേഷം നടത്തിയിരിക്കുന്ന ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം നടത്തിയിരിക്കുന്ന പ്രചാരണങ്ങൾ അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ആ രൂപത്തിൽ ഡൽഹിയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവിടെയും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ മാത്രമാണ് വലിയ പോളിംഗ് ശതമാനം കണ്ടിട്ടുള്ളത്. UPയിലും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ്. ഒരു തരത്തിൽ ഗ്രാമീണ ഇന്ത്യ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി കൂടി 6ാം ഘട്ടത്തെ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 2004 ഗ്രാമീണ ഇന്ത്യ നൽകിയൊരു വലിയ മറുപടി ഉണ്ടല്ലോ, അതിലേക്ക് തന്നെയാണോ 2024 വരിക എന്നൊരു പ്രതീക്ഷയാണ് ഈ സമയത്ത് എനിക്ക് തോന്നുന്നത്. 2004 ഇന്ത്യ ഷൈനിങ് എന്നുള്ള പ്രചാരണം വലിയ തോതിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മുദ്രാവാക്യം പ്രമോദ് മഹാജൻ കൊണ്ടുവന്ന സ്ലോഗനായിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ രാജ്യത്ത് മുഴുവൻ ആഞ്ഞടിച്ചു. പക്ഷേ ഗ്രാമീണ ഇന്ത്യ മറിച്ച് ചിന്തിക്കുകയും ചെയ്തു. ആ രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാകും ഇത് എന്ന് കരുതേണ്ടതുണ്ട്. കാരണം ഹരിയാനയിലും പോളിംഗ് ശതമാനം നോക്കുമ്പോൾ അവിടെ ഗ്രാമീണ മേഖലകളിലാണ് വലിയ രീതിയിൽ പോളിംഗ് നടന്നിരിക്കുന്നത്. ഹരിയാനയിൽ 2004 INLD ഒഴിവാക്കി, ചൗത്താലി ഒഴിവാക്കിക്കൊണ്ട് BJP ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ 10ൽ 9 തോറ്റു. പിന്നീട് ഇപ്പോൾ 10 നേടിയിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ. 20 വർഷങ്ങൾക്കിപ്പുറം ദുഷ്യന്ത് ചൗത്താലയുടെ JJP ഒഴിവാക്കിക്കൊണ്ടാണ് BJP മത്സരിക്കുന്നത്. അപ്പോൾ 2004 അവിടെയും ഹരിയാനയിലും ആവർത്തിക്കുമോ എന്നറിയേണ്ടതുണ്ട്. ഹരിയാനയിൽ മാറി ചിന്തിക്കൽ തന്നെ നടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ഒരുപാട് ലഭിച്ചു കഴിഞ്ഞു. അവിടുത്തെ ജാട്ട്, സിഖ്, കർഷക മേഖലയിലൊക്കെ വലിയ പോളിംഗ് ശതമാനം ഉണ്ടായിരിക്കുന്നു. അവിടെ 24% ജാട്ട് വോട്ടുകളാണ്. നമുക്കറിയാം ഹരിയാനയിൽ പ്രചാരണത്തിന് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ കർഷകർ അതിശക്തമായി പ്രതികരിച്ച ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ അത് എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. എന്നാലോചിക്കുമ്പോൾ 2019 ഡൽഹിയിൽ BJPയുടെ വോട്ട് വിഹിതം എന്നുള്ളത് 56%, ഹരിയാനയിൽ 58%. അതായത് മൃഗീയമായി വോട്ട് ശതമാനം ഉണ്ടായിരുന്ന ഈ 2 ഇടങ്ങളാണ് മാറി ചിന്തിക്കാൻ ഒരുങ്ങുന്നത്. അതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ 6ാം ഘട്ടം എന്നുള്ള പ്രധാനമാണ്. ഇനി ആകെ 57 മണ്ഡലങ്ങളെ ഇനി വോട്ട് ചെയ്യാനുള്ള. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ഭൂരിഭാഗം തന്നെ ആര് ഭരിക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഈ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ, എന്താ പറയുക, അപ്പുറത്ത് ഒരുമിക്കലിൻ്റെ ഒരു സാധ്യത, കർഷകരെങ്ങനെ, സ്ത്രീകളെങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ ഒരു വലിയ രീതിയിലുള്ള മാറ്റത്തിലേക്ക് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ എനിക്കുള്ളത്. 6ാം ഘട്ടത്തിലെ ചിത്രം അതാണ് തെളിയിക്കുന്നത്. വിനികേഷ്.
നമുക്ക് 4th ഓഫ് മെയ്യിലേക്ക് ഉറ്റുനോക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിനി ഈ 57 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കാണുമ്പോൾ ഏതാണ്ട് ജനം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു രാജ്യം ആര് ഭരിക്കണം എന്നത് സംബന്ധിച്ച്. കഴിഞ്ഞ 10 വർഷം കണ്ട രാഷ്ട്രീയമായിരിക്കില്ല ഇനിയുള്ള കാലഘട്ടം എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയോടുകൂടി പ്രേക്ഷകരോട് പറയാൻ കഴിയും. ചരിത്രം അതിൻ്റെ വഴി എപ്പോഴും കണ്ടെത്താറുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം നോർമലൈസ് ചെയ്യുന്നു. ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇന്ത്യൻ രാഷ്ട്രീയം നോക്കൂ. 2009 മുതൽ 2014 വരെയുള്ള UPA 2 സർക്കാരിൻ്റെ ഒരു ഭരണ തകർച്ച, ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഭരണ തകർച്ചയുടെ ഉൽപ്പത്തിയായിരുന്നു അതിൻ്റെ ഒരു സന്താനം എന്നുള്ള നിലയിലായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ നരേന്ദ്രമോദിയുടെ ഒന്നാം സർക്കാരിനെ കാണേണ്ടത്. അതായത് തികഞ്ഞ അഴിമതി, കെടുകാര്യസ്ഥത, അതിൽ നിന്ന് നരേന്ദ്രമോദി ആയാലും മതി എന്ന നിലയിൽ രാജ്യം തീരുമാനിച്ചു. പിന്നീട് 2019 കാലഘട്ടം നമുക്കറിയാവുന്നതുപോലെ ബാലക്കോട്ടും ഒക്കെ തന്നെയും വലിയ നിലയിൽ വിധി നിർണ്ണയത്തിൽ ആളുകളെ സ്വാധീനിച്ചു. പക്ഷേ ഈ പറയുന്ന 10 വർഷക്കാലം BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ അപ്രമാദിത്വം ഉണ്ടായിട്ടുണ്ട്. ആ അപ്രമാദിത്വത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് BJP ആ നിലയിൽ വളർന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ക്യാൻസറസ് ആയിട്ടുള്ള വളർച്ച എന്ന് പറയുമല്ലോ, സാധാരണ കോശങ്ങൾ വളരുന്നതിനേക്കാൾ വേഗതയിലാണ് ഈ ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങൾ വളരുക. ആ നിലയിലാണ് BJP ഈ രാജ്യത്ത് വളർന്നത്. ആർക്കും മത്സരിക്കാൻ കഴിയാത്ത വളർച്ച യഥാർത്ഥത്തിൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഇടങ്ങളിൽ മാത്രമേ BJPക്ക് ആ വളർച്ച സാധ്യമാക്കാൻ കഴിയാതെ വന്നിട്ടുള്ളൂ. പക്ഷേ രാജ്യമാകമാനം അസാധാരണവും അസ്വാഭാവികവുമായ വളർച്ച നേടാൻ ഈ 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നു ജനം എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ നമ്മൾ ഈ പറയുന്ന 6 ഘട്ടങ്ങളിലും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. 7ാം ഘട്ടത്തിലേക്ക് പോകുമ്പോഴും അതുതന്നെയാണ് സൂചന. അതായത് ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റിയിലേക്ക് രാജ്യം വരും, ഒരു കോalition സർക്കാരിലേക്ക് രാജ്യം എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നോക്കൂ, ഇപ്പോൾ നമ്മൾ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം നോക്കിയാൽ BJPയും പ്രശാന്ത് കിഷോറും മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരു BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയുണ്ട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രശാന്ത് കിഷോറിൽ അഭയം തേടുകയാണ് BJP. ആദ്യഘട്ടത്തിൽ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗമൊക്കെ കണ്ടില്ലേ? അതായത് മല്ലികാർജുൻ ഖാർഗെ പോലും പറയുന്നു അബ്കേ ബാർ 400 പാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ അങ്ങേ തലക്കലായിരുന്നു യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും BJPയും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഒരു സീഫോളജിസ്റ്റിൽ അഭയം തേടി അത് സ്ഥിരീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ആദ്യത്തെ നെറേറ്റീവിൽ നിന്ന് എന്തുകൊണ്ട് BJP രണ്ടാമത്തെ നെറേറ്റീവിലേക്ക് വന്നു എന്നുള്ളത്. വർഗീയമായ അത് നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമുക്കറിയാം 98ലും 99ലും ഒക്കെ തന്നെയും BJP രാജ്യത്തെ ധ്രുവീകരിച്ചുകൊണ്ടാണ് അധികാരത്തിലേക്ക് എത്തിയത്. 2004 എത്തിയപ്പോഴേക്കും BJPക്ക് തോന്നി വേണ്ട, കാരണം ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള അവസ്ഥയുണ്ടെന്ന് അവർ തന്നെ വിചാരിക്കുന്നു. എന്നിട്ട് ആ സൽഭരണം എന്ന മുദ്രാവാക്യത്തിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്ന നില വന്നു. ആരും അന്നത്തെ പത്രങ്ങളോ അന്നത്തെ ഈ പറയുന്ന ഒരു സർവേകളും പ്രവചിക്കാത്ത വിധത്തിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചറിയുന്ന നരേന്ദ്രമോദി BJPയെ സംബന്ധിച്ചിടത്തോളം ധ്രുവീകരണത്തിലേക്കും ഞാൻ ദൈവപുത്രനാണ് എന്നുള്ള ആശയത്തിലേക്കും വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊക്കെ അത്ഭുതം തോന്നുന്ന കാര്യമാണ്. ദൈവം എന്നെ അയച്ചതാണ് എന്ന് നമ്മുടെ ഒരു പ്രധാനമന്ത്രിയായിട്ടുള്ള ആൾ പറയുന്നു എന്ന് പറയുന്നത്. നമ്മൾ യേശുദേവൻ്റെ കാര്യത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഒരു ഇമ്മാക്കുലേറ്റ് കൺസെപ്റ്റ്. മേരി ഒരു വെർജിൻ മേരിയായി അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ മേരിയിലൂടെ ദൈവം ജനിച്ചതാണ് എന്നാണ്, ദൈവം സ്വന്തം പുത്രനെ ജനിപ്പിച്ചതാണെന്നുള്ളതാണ്. ഇവിടെ നരേന്ദ്രമോദി പറയുന്നതും അതാണ്. ഞാൻ എൻ്റെ അമ്മ മരിക്കുന്നത് വരെ ജൈവികമായ പ്രക്രിയയിലൂടെയാണ് ജനിച്ചത് എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാകുന്നു ഞാൻ ദൈവം നേരിട്ടയച്ച ആളാണ് എന്ന് നമ്മുടെ ഒരു പ്രധാനമന്ത്രി. ഒന്നുകൂടി നമ്മളൊന്ന് തലയിലൊന്ന് തട്ടി നോക്കിയേ, നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് പറയുന്നത് എന്നുള്ളത് അത്ഭുതകരമായി തോന്നും. പിൽക്കാലത്ത് നമ്മൾ ഈ രാഷ്ട്രീയമൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഭ്രാന്തിൻ്റെ അവസ്ഥാന്തരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ മണിച്ചിത്രത്താഴിൽ തിലകൻ്റെ കഥാപാത്രം പറയുന്നില്ലേ, സൈക്കോളജിസ്റ്റിൻ്റെ പല അവസ്ഥാന്തരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭയാനകമായ വേർഷൻ ഇതാദ്യമാണ് എന്നുള്ളത്. 2024 ഇത്രയും ഭയാനകമായ വേർഷൻ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. ഇതൊരു സൈക്കിക് കണ്ടീഷനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 10 വർഷം എല്ലാം അടക്കി പിടിച്ച് ഭരിച്ച 2 ഗുജറാത്തികൾ ഇപ്പോൾ കരുതുന്നു തങ്ങൾക്ക് ഏകാധിപത്യം മാത്രമല്ല ദൈവികമായിട്ടുള്ള
കഴിവുകൾ കൂടിയുണ്ട് എന്ന്. ഞാൻ സാധാരണക്കാരനല്ല എന്ന് തോന്നുകയാണ്. മെഗ്ലോമാനിയ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് എന്താണ്? ഞാൻ പവർഫുള്ളാണ്, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് തോന്നലുണ്ടാകുമ്പോഴാണ്. അതൊരു മെൻ്റൽ ഡിസോർഡറിൻ്റെ സിംറ്റമായിട്ടാണ് മെഗ്ലോമാനിയയെ വിലയിരുത്തുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം അയച്ചതാണ് എന്നുള്ള ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥാന്തരത്തിലേക്ക് നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് തോന്നുന്നു. അദ്ദേഹം ന്യൂസ് 8 അതാണ് രാമക്ഷേത്രം പൂട്ടിടും, ബുൾഡോസർ വെച്ച് തകർക്കും എന്നൊക്കെ പറയുന്നത്, മംഗൾസൂത്ര, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് രാജ്യത്തിൻ്റെ വിഭവങ്ങൾ എടുത്തു കൊടുക്കും എന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രി ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേകമായിട്ടുള്ള മാനസികാവസ്ഥയാണ്, രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് തെളിയിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ കാണുന്ന ഇത്രയേ ഉള്ളൂ. BJP സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പുണ്ട്. ആ ഘട്ടത്തിൽ തന്നെയാണ് RSS എന്ന് പറയുന്ന വൻമരത്തെ ഡിസ്കണക്ട് ചെയ്യാൻ, വെട്ടിവീഴ്ത്താൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ വളരെ ചരിത്രപരമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 1953 മുതൽ 77, 80 കാലഘട്ടത്തിലൊഴിച്ച് 2024 വരെ BJP നിയന്ത്രിക്കപ്പെട്ടിരുന്നത് RSSലൂടെയാണ്. ആ RSSനെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് BJPയുടെ ദേശീയ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു, നമുക്ക് അധികാരം തിരികെ പിടിക്കാൻ ഇനിയിപ്പോൾ കുൽസിത മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരും. കുൽസിത മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ആ ഘട്ടത്തിൽ സംഘടൻ മന്ത്രി അല്ലെങ്കിൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിന് നിർണായകമായ റോളുണ്ട്. ആ നിർണായകമായ റോള് RSS ഉപയോഗിക്കുകയാണെങ്കിൽ അത് നരേന്ദ്രമോദി അല്ലാതെ മറ്റൊരു BJPയുടെ നേതാവ് വരട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോലീഷൻ സാധ്യത പരിഗണിക്കാം, പരിശോധിക്കാം എന്ന നില വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നരേന്ദ്രമോദിക്കെതിരാകും. അതുകൊണ്ടാണ് ഇപ്പോൾ JP നഡ്ഡ എന്താണ്, ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു BJP നേതാവാണ്. അദ്ദേഹത്തിന് സ്വന്തമായ ഏതെങ്കിലും തരത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പോലും ഇല്ലാത്ത ആളാണ്, എന്ന് വെച്ചാൽ ഒരു വോട്ട് ബാങ്ക് ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരാൾ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ BJPയുടെ ദേശീയ അധ്യക്ഷനാകുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അജണ്ടകൾ നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിട്ടുള്ള അഭിമുഖം അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും വാക്കുകളാണ്. ആ വാക്കുകളാണ് യഥാർത്ഥത്തിൽ BJP ഇപ്പോൾ RSS പോലും ഇടപെടരുത്, ഞാൻ ദൈവിക ശക്തിയുള്ള ആളാണ് എന്ന് പറയുന്നതിലേക്ക് അടുത്ത ഫലം ജൂൺ 4 എന്ന് പറയുന്ന കൗണ്ടിംഗ് ഡേറ്റ് ഉണ്ടല്ലോ, ആ കൗണ്ടിംഗ് ഡേറ്റിനുള്ള ഒരുക്കമാണ്. ആ ഒരുക്കം BJP നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് 6ാം ഘട്ടം പിന്നിടുന്ന അവസരത്തിൽ ഒരു സംശയവുമില്ല, എൻ്റെ ടേക്ക് ഇതാണ്, ഇന്ത്യൻ രാഷ്ട്രീയം ഒരു റിയാലിറ്റിയിലേക്ക്, ഒരു നേർദിശയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരു കോലീഷൻ സർക്കാരിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നു എന്നുള്ളതാണ്. ആ കോലീഷൻ സർക്കാർ യഥാർത്ഥത്തിൽ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് രാജ്യത്തിന് നൽകും. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഈ ക്യാൻസറസ് ആയിട്ടുള്ള വളർച്ച അവിടെ ഉണ്ടാകില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് വളരാനുള്ള അവസ്ഥ ഉണ്ടാക്കും എന്നുള്ളതാണ് സന്തോഷകരമായ ഈ ഘട്ടത്തിലെ കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുജയ, പ്രാർത്ഥിക്കാനും സ്വപ്നം കാണാനും ഒക്കെ എല്ലാവർക്കും ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ 6 ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. സ്പെക്കുലേഷൻ അപ്പുറം 6 ഘട്ടങ്ങളിലായി ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ പോളിംഗ് പെർസെൻറ്റേജ് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. കഴിഞ്ഞ 5 ഘട്ടങ്ങളിലെ ഫൈനൽ പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് വന്നിട്ടുണ്ട്. 1ാം ഘട്ടം 66.14, 2ാം ഘട്ടം 66.71, ഏറ്റവും കൂടുതൽ 4ാം ഘട്ടത്തിലാണ്. 70% കടന്നിട്ടില്ല ഒരു ഘട്ടത്തിലും. അപ്പോൾ 6ാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനവും കുറഞ്ഞു നിൽക്കുന്നു. വലിയ ചൂടായിരുന്നു. ഡൽഹിയിൽ നിന്ന് 43 ഡിഗ്രി സെൽഷ്യസിലാണ് പോളിംഗ് നടന്നത്. അപ്പോൾ ഈ ചൂട് ഒരു ഘടകമായിട്ടുണ്ട്. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിട്ട പ്രചരണങ്ങൾ അതും പോളിംഗ് ശതമാനം കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. പോളിംഗ് ശതമാനം കുറയുമ്പോഴാണ് ഈ പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് കൂടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പോളിംഗ് ശതമാനം കുറയുമ്പോഴും ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിക്കുന്നതല്ലാതെ BJPക്ക് അവരുടെ കയ്യിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടാകും എന്നതുകൂടി നമ്മൾ കൃത്യമായി കണക്കാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി 57 മണ്ഡലങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഹീറ്റ് വേവ് അത് കൂടി വരികയാണ്. ജൂൺ 1 വാരാണസി അടക്കമുള്ള 57 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത്. 486 സീറ്റുകളിൽ വോട്ടെടുപ്പ് നടന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 543-ൽ 486-ലും വിധിയെഴുത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ആര് ഭരിക്കണം എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെറി ഓൺ കേക്കാണ്. ഐസിങ്ങും ചെറിയ വെച്ചുള്ള ഡെക്കറേഷനും മാത്രമേ ആ കേക്ക് റെഡിയാണ്. ആ കേക്ക് ആരുടേതാണ് എന്നുള്ളതും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. അത് ഡെവലപ്മെന്റ് പൊളിറ്റിക്സിനാണോ അതോ തട്ടിക്കൂട്ടിയ ഒരു മുന്നണിക്ക് അവർ എന്തൊക്കെയോ ചെയ്യും എന്ന് പറയുന്ന കൃത്യമായി അവർക്കിടയിൽ പോലും ഒരു വിശ്വാസ്യത രൂപപ്പെടാത്ത ഒരു മുന്നണിക്കാണോ ആ
കേക്ക് ഉണ്ടാക്കി ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 6ാം ഘട്ടത്തിൽ വിധി എഴുതിയ 58 മണ്ഡലത്തിലും കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും നേടാതിരുന്ന ഒരു പാർട്ടി അതിൽ ഏറിയ പങ്കും നേടാൻ പോകുന്നു എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു കടന്ന കൈയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ മണ്ഡലങ്ങളിലൊക്കെ BJPയുടെ ഭൂരിപക്ഷം കുറയുന്നതല്ലാതെ, കാരണം പോളിംഗ് പെർസെൻറ്റേജ് കുറവാണ്, ഭൂരിപക്ഷം കുറയുന്നതിനപ്പുറം സീറ്റ് കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യം കുറവായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് റോൺ സോമേഴ്സിന്റെ ഒരു അഭിമുഖം, ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. ഫൗണ്ടർ ആൻഡ് CEO ഓഫ് ഇന്ത്യ ഫസ്റ്റ് ഗ്രൂപ്പ്, ഇന്ത്യ അമേരിക്ക ബിസിനസ് കൗൺസിലിന്റെ മുൻ പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നിന്നല്ല അമേരിക്കയിൽ നിന്ന് പറയുന്നതാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് നരേന്ദ്രമോദി എത്താൻ പോകുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ എന്നാണ് റോൺ സോമേഴ്സ് പറയുന്നത്. അതായത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ നെഹ്റുവിന്റെ റെക്കോർഡ് ബീറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ 400+ എന്നതിലൂടെ BJP പറയുന്നതും അതുതന്നെയാണ്. അതായത് 3ാം ടൈമിലേക്ക് നരേന്ദ്രമോദി എത്തുന്നു, റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുക. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നപ്പോൾ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത ഒരു ട്രാക്ക് റെക്കോർഡ് നരേന്ദ്രമോദിക്കുണ്ട്. സെയിം തിങ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും നരേന്ദ്രമോദി ആവർത്തിക്കാൻ പോകുന്നു. അത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. 2019 അധികാരത്തിൽ എത്തുമ്പോൾ തന്നെ കുറിച്ചു വെച്ചിരുന്നതാണ് അടുത്ത ടേം, അതിനടുത്ത ടേം, അങ്ങനെ കൃത്യമായി പ്ലാൻഡ് ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ മുന്നണിക്ക് അത് എത്രത്തോളം ബീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. NDAയുടെ സീറ്റുകൾ കുറയും എന്ന് കാൽക്കുലേഷൻസ് പലതവണ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ആകെ ഒരു പ്രശാന്ത് കിഷോറിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് NDA ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നതിനെ ഖണ്ഡിക്കാൻ ഞാനൊരു കാര്യം പറയാം. നരേന്ദ്രമോദി ഇന്നത്തെ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്, NDAയുടെ സീറ്റുകൾ അത് കുറയാനല്ല പോകുന്നത്, കൂടാനാണ് പോകുന്നത്. 6ാം ഘട്ടത്തിൽ വിധി എഴുതുമ്പോൾ നിങ്ങളൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ആന്റി മോദി വേവ് അല്ലെങ്കിൽ ആന്റി NDA വേവ്, ആന്റി BJP വേവ് രാജ്യത്തുണ്ടെങ്കിൽ അത് ആദ്യം സെൻസ് ചെയ്യുന്നത് നരേന്ദ്രമോദി ആയിരിക്കും. കാരണം നരേന്ദ്രമോദി ഒരു പ്രൈം മിനിസ്റ്റർ എന്നതിലുപരി ഈ പൊളിറ്റിക്സിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം കണ്ടുവന്ന ഒരാളാണ്. എവിടെയാണ് നേട്ടം, എവിടെയാണ് കോട്ടം എന്ന് കൃത്യമായി സെൻസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പൊളിറ്റീഷ്യനാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി ഇന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി മെഷർ എന്ന രീതിയിൽ മറ്റേതെങ്കിലും തരത്തിൽ പറയാമായിരുന്നു. പക്ഷേ ഇന്നും പറയുന്നു NDAയുടെ സീറ്റുകൾ കൂടുമെന്ന്. ജയറാം രമേശ്, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം എന്താണ് എന്ന് കൂടി ഞാൻ നോക്കി. കാരണം ടാലീസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ഓരോ പാർട്ടിക്കും പറയാനുള്ള സമയമായി കഴിഞ്ഞു. ജയറാം രമേശ് എന്ന് പറയുന്ന പ്രൊജക്ഷൻ ഇന്ത്യ ബ്ലോക്ക് 272 അത്രയും നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. 350+ അതാണ് പറയുന്നത്. 400+ NDA പറയുന്നുണ്ട്, നരേന്ദ്രമോദി പറയുന്നുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. ജയറാം രമേശ് പറയുന്നു 350-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തും. പക്ഷേ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഈ സീറ്റുകൾ എന്ന് പറയുന്നില്ല. അതേക്കുറിച്ച് വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി BJPയെ കുറിച്ചാണ്. സൗത്ത് മേ സാഫ് ഓർ നോർത്ത് വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് മേ ഹാഫ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എക്സ്പോസ്റ്റിലേക്ക് എത്തുകയാണ് ജയറാം രമേശ്. അപ്പോൾ ജയറാം രമേശാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നേട്ടം എത്രയായിരിക്കും എന്നതിനുള്ള മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ്. അതുകൊണ്ടാണ് ഞാൻ ജയറാം രമേശിനെ ഇന്ന് ഫോളോ ചെയ്തത്. അപ്പോൾ അത്രമാത്രമേ ജയറാം രമേശും പറഞ്ഞു വെക്കുന്നുള്ളൂ. മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രചാരണം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ നോക്കുമ്പോൾ ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഒരു പ്രസ് കോൺഫറൻസ് ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ നടത്തിയിരുന്നു. അതിൽ ഖർഗെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി വേഴ്സസ് BJP അല്ല, അതായത് എസ്കേപ്പിസത്തിലേക്ക് പോവുകയാണ്. മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് എസ്കേപ്പിസത്തിലേക്ക്, രക്ഷപ്പെടൽ തന്ത്രത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇത് ജനങ്ങളും BJPയും തമ്മിലുള്ള പോരാട്ടമാണ്, ജനങ്ങളും RSSും തമ്മിലുള്ള പോരാട്ടമാണ്. പീപ്പിൾ വേഴ്സസ് RSS, പീപ്പിൾ വേഴ്സസ് മോദി, പീപ്പിൾ വേഴ്സസ് BJP, അതാണ് നടക്കുന്നത്. അല്ലാതെ ഇന്ത്യ ബ്ലോക്ക് വേഴ്സസ് NDA എന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പറയുന്നില്ല. ദാറ്റ് മീൻസ് ഇവിടെ കോൺഫിഡൻസ് താഴേക്ക് പോകുന്നത് മല്ലികാർജ്ജുൻ ഖർഗെക്കാണ്. അതർവൈസ് എന്തുകൊണ്ട് പറഞ്ഞില്ല നേർക്കുനേർ പോരാട്ടമാണ്, ഇന്ത്യ ബ്ലോക്ക് വേഴ്സസ് NDA ആണ്. അല്ലെങ്കിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ 6ാം ഘട്ടത്തിൽ വിധി എഴുതുമ്പോൾ നടത്തുന്ന ഒരു പ്രസ് കോൺഫറൻസിൽ 58-ൽ 1 പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് 2019, ഈ 58-ൽ 20 ഞങ്ങൾ നേടും, ഇന്ത്യ മുന്നണി 40 നേടും എന്നൊക്കെ പ്രൊജക്ഷൻ മുന്നോട്ട് വെക്കാമല്ലോ. ഇപ്പോൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ച കോൺഫിഡൻസ് ഇന്ത്യ മുന്നണിക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് ആ ഒരു ഡെയർ എടുക്കാൻ മല്ലികാർജ്ജുൻ ഖർഗെ ഈ 6ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ? ഇവിടെ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തേണ്ട സമയമാണ് ഇന്നത്തെ ഈ വോട്ടെടുപ്പ് ദിവസം എന്ന് പറയുന്നത്. അതിന്ന് ഷിംലയിൽ കണ്ടിട്ടില്ല. പിന്നെ ഇന്ത്യ ബ്ലോക്കിന്റെ കുറിച്ച് വന്ന വിമർശനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, മുജ്റയെക്കുറിച്ച്. അത് ആർക്ക് മുന്നിലാണ് മുജ്റയാടുന്നത്? മുജ്റയാടുന്നത് ഇന്ത്യ ബ്ലോക്കിന്റെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് മുന്നിലാണ്. അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതൊരു സ്ലേവറിക്ക് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബീഹാറിലെ എന്താണോ ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് പോകുന്ന സീറ്റുകളിൽ നേടാൻ വേണ്ടത്, അതാണ് നരേന്ദ്രമോദി പറയുന്നത്. അവിടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നതിന് മറുപടി കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്രീം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് പാടലിപുത്രയിലെ പ്രചാരണ പരിപാടിയിൽ നരേന്ദ്രമോദി. SC ST OBC വിഭാഗങ്ങൾക്കുള്ള സംവരണം ഒരു കാരണവശാലും അതിൽ ഓൾട്ടറേഷൻ വരുത്തുന്നതിന് ഇന്ത്യ ബ്ലോക്കിനെ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഭരണത്തിലേക്ക് എത്തുന്നതിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംവരണം അതേപടി തുടരും. അതാണ് അവിടെ വേണ്ട പോൾ പ്രോമിസ്. ബീഹാറിൽ പോയി പറയേണ്ട പോൾ പ്രോമിസ് എന്താണോ
അതാണ് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ മുജ്റ പരാമർശം ഉപയോഗിച്ചിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ റിസർവേഷൻ ഉണ്ടാകില്ല എന്ന് ഭരണഘടന തന്നെ പറയുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈ സുപ്രീം ഫോർ മീ എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അവിടെയാണ് ഈ മുജ്റ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അല്ലാതെ നൃത്തത്തെക്കുറിച്ച് ഈ പറയുന്ന രീതിയിൽ ആടിപ്പാടുന്ന ആളുകളെ കുറിച്ച് അങ്ങനെയല്ല. കോണ്ടെക്സ്റ്റ് ഇതാണ്. കോണ്ടെക്സ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കി വേണം പറയാൻ. SC/ST OBC കോട്ട അവസാനിപ്പിച്ചുകൊണ്ട് മതാടിസ്ഥാനത്തിൽ സംവരണം നടത്താൻ ആര് ശ്രമിക്കുന്നു? RJDയും കോൺഗ്രസും ശ്രമിക്കുന്നു. അത് ഞാൻ അനുവദിക്കില്ല. ഇത് തന്നെ നരേന്ദ്രമോദി നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബീഹാറിലെ പാടലിപുത്രയിലും അത് തന്നെ നരേന്ദ്രമോദി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി RJD കളിയാക്കുന്നുണ്ട്. RJDയുടെ ചിഹ്നം എന്താ? ലാൻറ്റേൺ, റാന്തൽ വിളക്ക്. റാന്തൽ വിളക്കിന്റെ പ്രകാശം മതിയോ ബീഹാറിലെ ഓരോ ഗ്രാമങ്ങളിലെയും വീടുകളിൽ? അവിടെ ഇപ്പോൾ LED ബൾബിന്റെ കാലമാണെന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ട്. LED ബൾബും റാന്തൽ വിളക്കും തമ്മിലുള്ള കമ്പാരിസണിലൂടെ എന്താണ്? വികസനമില്ലാത്ത ഇന്ത്യയും വികസനമുള്ള ഇന്ത്യയും. അപ്പോൾ ആ വികസിത ഇന്ത്യയിലേക്ക്, ഡെവലപ്ഡ് ഇന്ത്യയിലേക്ക് പോകുന്നതിനാണ് വോട്ട് ചോദിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ ബീഹാറിൽ കാണുന്നത്. പിന്നെ ഇന്ന് അമിത്ഷാ ഒരു ഇന്റർവ്യൂവിൽ ANAയോട് സംസാരിക്കുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, നേരത്തെ ഉണ്ണിസാറൊക്കെ സൂചിപ്പിച്ച സംശയമുള്ള മാധ്യമപ്രവർത്തകർ കുറെ ഉണ്ടാകുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഉയരുന്ന ഒരു ആന്റി BJP നറേറ്റീവ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് 4ാം ഘട്ടം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 272 എത്താൻ BJPക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ആ ചോദ്യം അമിത്ഷായോട് ഇന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലാൻ A, അതായത് നിങ്ങൾ പറയുന്ന 400+ നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലാൻ B ഉണ്ടോ? ആ പ്ലാൻ B യെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്ന് അമിത്ഷാ പറയുന്നത് പ്ലാൻ ബിയുടെ ആവശ്യം എന്താണ്? 60 കോടി ബെനിഫിഷ്യറീസ്, അതായത് വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ 60 കോടി ബെനിഫിഷ്യറീസ് ജാതിയോ മതമോ അല്ലെങ്കിൽ അവരുടെ പ്രായമോ മറ്റ് വിഭജനങ്ങളോ ഒന്നുമില്ലാതെ നരേന്ദ്രമോദിയെ ചൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത്രയും പേർ ചൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോൾ എന്തിനാണ് വൈ വി നീഡ് എ പ്ലാൻ ബി എന്നുള്ള മറുചോദ്യമാണ് അമിത്ഷാ ചോദിക്കുന്നത്. പ്ലാൻ എ വിജയിക്കാൻ എനിക്കും പറയാൻ അത്രമാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിക്കും BJPക്കും പ്ലാൻ എ വിജയിക്കാൻ 60% സാധ്യത ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം തന്നെ അവരൊരു പ്ലാൻ ബിയിലേക്ക് പോയേനെ. കൃത്യമായി ആ പ്ലാൻ ബിയിലേക്ക്, അതിന്റെ എക്സിക്യൂഷനിലേക്ക് 3rd ഫേസ് ഓൺവേർഡ്സ് അവർ പോയേനെ. അങ്ങനെ അവർ പോയിട്ടില്ല എന്നതിന്റെ അർത്ഥം ഇപ്പോഴും എവിടെയാണോ തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ അവരുടെ പ്ലാൻഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ അതേ രീതിയിൽ തന്നെ ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റേറ്റിലും ഓരോ ഇടത്തും എന്താണ് പറയേണ്ടതെന്ന് നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ക്യാമ്പയിൻ അവർ സ്പിയർ ഹെഡ് ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് മീൻസ് അവർക്ക് പ്ലാൻ ബിയുടെ ആവശ്യമില്ല എന്നത് തന്നെയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഹരിയാനയിലോ ഡൽഹിയിലോ എവിടെയെങ്കിലും വോട്ട് കുറഞ്ഞാൽ അതിനാണ് ഇപ്പുറത്തെ ഒരു ബെൽറ്റിൽ കൃത്യമായി വോട്ട് വീഴും, അത് സീറ്റായി മാറും എന്ന് അമിത്ഷാ ഇന്നും ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. അത് തെക്കാണ്, തെക്കേ ഇന്ത്യയാണ്. കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ആൻഡ് കർണാടക ഇത് ചേർത്ത് വെച്ചുകൊണ്ട് BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആകുമെന്ന് ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത്രമാത്രം കോൺഫിഡൻസ് അവർക്ക് ഈ ഒരു ബെൽറ്റിൽ ഉണ്ട്. അവിടെ അത്രയും സീറ്റുകൾ കൂട്ടാൻ കഴിയും. അല്ലാതെ സൗത്ത് മേ സാഫ് എന്ന് പറഞ്ഞുകൊണ്ട് ജെറാനോവിച്ച് പറയുന്നത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെയാകും. അതുകൊണ്ട് തന്നെ 2036 ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഇപ്പോൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇന്ന് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി പറയുന്നത് അതിനെക്കുറിച്ചാണ്. 2024 കുറിച്ചല്ല, 12 വർഷങ്ങൾക്കപ്പുറം 2036 ഒളിമ്പിക്സ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് നരേന്ദ്രമോദി ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള ഒരു അൺഹോളി അലയൻസിന് വേണ്ടി പോയി വോട്ട് ചെയ്യാനായി പ്രിയങ്ക ഗാന്ധി തയ്യാറായി, സീതാറാം യെച്ചൂരി തയ്യാറായി, രാഹുൽ ഗാന്ധി പോയി വോട്ട് ചെയ്യുന്നു, സോണിയാഗാന്ധി പോയി വോട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് വലിയ സംഭവം എന്ന് കരുതുന്നിടത്താണ് പാളിപ്പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പിന്നെ ഇവിടെ ഒരു സൈക്കിക് കണ്ടീഷനിലേക്ക്, അല്ലെങ്കിൽ നരേന്ദ്രമോദി ദൈവത്തിന്റെ അവതാരമാണ്, അങ്ങനെയൊന്നുമല്ല നരേന്ദ്രമോദി പറഞ്ഞത്. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുമാണ്. അത് ആവർത്തിച്ചു കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. തന്നിൽ ദൈവത്തിന്റെ അംശമുണ്ടെന്ന് വിശ്വസിക്കാൻ അവകാശമുള്ള, അതിന് പൗരാവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ശബരിമലയിലെ തത്വമസി, ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, ആ തത്വമസി എടുത്ത് മാറ്റുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു വിശ്വാസം ഒരാൾ പ്രകടിപ്പിക്കുമ്പോൾ അയാൾ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രൈം ചെയ്തു എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് അയാളുടെ മനോനിലയ്ക്ക് എന്തോ പ്രശ്നമാണ് എന്ന് പറയുന്നവരുടെ മനോനിലയാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉണ്ണി പറശ്ശൻ, ഇപ്പോൾ സുജയ പറഞ്ഞ ചില കാര്യങ്ങൾ, അതിനോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാനുണ്ടോ? പ്രത്യേകിച്ച് മോദിയുടെ പ്രസംഗം ഓരോ സ്ഥലത്തും അതാത് സ്ഥലത്ത് എന്താണോ വേണ്ടത് അതാണ് പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. അതിൽ നമുക്കും തർക്കമില്ല. അതാത് സ്ഥലത്ത് ഏതാണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സംവരണവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രസംഗിക്കേണ്ട കാര്യം അവിടെ പാടലിപുത്രയിൽ പ്രസംഗിക്കുന്നു എന്നുള്ള കാര്യം അറിയാം. അവിടെയാണല്ലോ ജാതി സംവരണവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിപക്ഷം അതിശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അതെടുത്തുകൊണ്ട് ഇവരുടെ വോട്ട് ബാങ്കിന്, ആരാണെന്ന് പറയുന്നില്ല, അവരുടെ വോട്ട് ബാങ്കിന് കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ അവർ ആടിക്കൊണ്ടിരിക്കുന്ന മുജ്റ നൃത്തമാണെന്ന് പറഞ്ഞു. അവിടെ ഒരു ഭരതനാട്യമല്ല, കഥക്കുമല്ല, മുജ്റ തന്നെയാണ് വരുന്നത്. അത് മുഗൾ കാലത്തെ നൃത്തം, അത് ആരുടെ കാലത്താണെന്ന് അറിയാം. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായി കൃത്യമായി ഉപയോഗിക്കുകയും ചില സ്ഥലത്ത് മുസ്ലിം എന്ന് പറയും, ചില സ്ഥലത്ത് പറയാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അതാത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ടത് തന്നെയാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്?
അല്ല ഇവിടെ ഇപ്പോൾ പിന്നെ ഈ OBC-യുടെയും അതുപോലെ തന്നെ SC/ST-യുടെയും സംവരണം ഞങ്ങൾ നിലനിർത്തും എന്ന് പറയുമ്പോൾ BJP നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ബീഹാറിലും അഭിമുഖീകരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? ബ്രാഹ്മിൻസിൻ്റെ എതിർപ്പാണ്. ബ്രാഹ്മിൻസിന് വലിയ പ്രതിസന്ധി ഇക്കുറി ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ബ്രാഹ്മിൻസ് അവർക്ക് റിസർവേഷൻ ആവശ്യപ്പെടുന്നൊരു ജനവിഭാഗമാണ്, ആരക്ഷണം എന്നാണ് പറയുക. അപ്പം ഞങ്ങൾക്ക് സംവരണം വേണം എന്ന് ആവശ്യപ്പെടുന്നൊരു വിഭാഗമാണ് ബ്രാഹ്മണ സമൂഹം എന്ന് പറയുന്ന അവിടെ. ക്ഷത്രിയരും അങ്ങനെ തന്നെയാണ്, ഈ ഭൂമിഹാർസ് അങ്ങനെയാണ്. ഈ വിഭാഗങ്ങളൊക്കെ ഈ പറയുന്ന OBC-ക്കും അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങൾക്കും സംവരണം നൽകുമ്പോൾ തങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതിൽ ഖേദവും ദുഃഖവും അനുഭവിക്കുന്ന വിഭാഗമാണ്. അവരെ എപ്പോഴും അനുനയിപ്പിച്ചുകൊണ്ട് ഈ വിഭാഗത്തിനെതിരാക്കിയാണ് BJP വളരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ വലിയൊരു വോട്ട് ബാങ്ക് കോൺഗ്രസിലേക്കോ ഇന്ത്യ സഖ്യത്തിലേക്കോ ഷിഫ്റ്റ് ചെയ്യുമെന്നറിയുന്ന മോദി അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ BJP ഒരു വലിയ പ്രതിസന്ധിയെ ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗങ്ങളുമായും ഈ ജമീന്ദാർ ഭൂമിഹാർ വിഭാഗങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ സുജയ പറഞ്ഞു ഈ പറയുന്ന 58 സീറ്റുകളിൽ വലിയ വിജയം കോൺഗ്രസ് നേടിയെടുക്കുമെന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 58 സീറ്റുകളിൽ എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കുന്നതിനില്ല. ഇനി കഴിഞ്ഞ തവണത്തെ കാര്യം എടുത്തു നോക്കിയാൽ 40 സീറ്റ് BJP നേടി അവിടെ ഈ 58 സീറ്റുകളിൽ. ബാക്കി 18 സീറ്റുകൾ എന്ന് പറയുന്നത് NDAക്കാണ്, NDAയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള പാർട്ടികൾക്കാണ്, എക്സെപ്റ്റ് തൃണമൂൽ കോൺഗ്രസ്. ഇവിടെ ഇപ്പോൾ നോക്കൂ എന്താ സ്ഥിതി എന്ന് പറയുന്നത്. ഹരിയാനയിലും ഡൽഹിയിലും കോൺഗ്രസ് നന്നായി പെർഫോം ചെയ്യും. കഴിഞ്ഞ തവണ പെർഫോം ചെയ്യാതിരുന്ന പാർട്ടികൾ ഇപ്രാവശ്യം ഈ ഘട്ടത്തിൽ പെർഫോം ചെയ്യും. കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം പെർഫോം ചെയ്തിട്ടില്ല, അവരിക്കുറി നന്നായി പെർഫോം ചെയ്യും. ഹരിയാനയിലും ഡൽഹിയിലും പെർഫോം ചെയ്യും. RJD കഴിഞ്ഞ തവണ പെർഫോം ചെയ്തിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സീറ്റ് പോലും RJDക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു 2019 നടന്നത്. RJD ഇക്കുറി പെർഫോം ചെയ്യും. അതേപോലെ തന്നെയാണ് പിന്നെ ബിജു ജനതാദൾ. ബിജു ജനതാദൾ രണ്ട് മുന്നണിയുടെയും ഭാഗമല്ല, പക്ഷേ ഒഡീഷയിൽ ജനതാദൾ പെർഫോം ചെയ്യും. ഈ അർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി പെർഫോം ചെയ്യും. അപ്പോൾ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, RJD എന്നീ 4 കക്ഷികൾ, അത് ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട കക്ഷികളാണ്. അവർ നന്നായി പെർഫോം ചെയ്യുന്നൊരു ഘട്ടമാണ് ഈ കടക്കാൻ പോകുന്നത്. അത് കുറയ്ക്കുക BJPയുടെ സീറ്റാണ്. കാരണം BJPയുടെ കൂടെയുള്ള ഏക ഘടകകക്ഷി തെരഞ്ഞെടുപ്പിൽ JDUവും, ക്ഷമിക്കണം 2 ഘടകകക്ഷികളുണ്ട്, JDUവും LJPയുമാണ്. JDUവും LJPയും ഇക്കുറി ബീഹാറിൽ പെർഫോം ചെയ്യുന്ന പ്രശ്നമില്ല. പിന്നെ നഷ്ടം വരാൻ പോകുന്നത് BJPക്കാണ്. ആ അർത്ഥത്തിൽ ഈ ഘട്ടം വളരെ പ്രധാനമാണ്, വലിയ വെല്ലുവിളിയാണ് BJP ഈ ഘട്ടത്തിൽ നേരിടുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി ഈ 400 സീറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. 400 സീറ്റ് ആവർത്തിക്കും, അല്ലെ 400 സീറ്റ് അല്ലെങ്കിൽ NDAക്ക് വലിയ ഭൂരിപക്ഷം എന്ന് പറയാൻ ബാധ്യസ്ഥനായ നേതാവല്ലേ നരേന്ദ്രമോദി, ബാധ്യസ്ഥനായ നേതാവല്ലേ അമിത്ഷാ. അവർക്ക് ഇപ്പം ഞങ്ങൾക്കൊരു പ്ലാൻ B ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ? ജൂൺ 1-ാം തീയതി തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ പ്ലാൻ A സക്സസ്ഫുൾ ആകില്ല എങ്കിൽ ഞങ്ങൾക്കൊരു പ്ലാൻ B ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അവർ ഈ ഇലക്ഷനിൽ ഉടനീളം ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉന്നതമായ രാഷ്ട്രീയ ധാരണയാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അവർ ഇത് പറയാൻ ബാധ്യസ്ഥരാണ്. ഇനിയിപ്പം ഈ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ, അത് പൂർവാഞ്ചൽ എന്ന് പറഞ്ഞ ഭാഗത്താണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ BSP ആണ് പെർഫോം ചെയ്തിട്ടുള്ളത്. 4 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം BSPക്ക് കിട്ടിയത് ഈ ഭാഗത്തു നിന്നാണ്, ഈ പൂർവാഞ്ചൽ ഭാഗത്തു നിന്നാണ്. ആ 4 സീറ്റ് പ്രാവശ്യം BSPക്ക് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. കാരണം BSP ഒറ്റയ്ക്കാണ് അവിടെ മത്സരിക്കുന്നത്, ഒരു സഖ്യകക്ഷിയും BSPക്കൊപ്പം ഇല്ല. അപ്പോൾ BSPക്ക് ഒറ്റയ്ക്ക് വിജയിച്ച് നേടാവുന്ന ഒരു മണ്ഡലം പോലും ഉത്തർപ്രദേശിൽ എവിടെയുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 4 സീറ്റിലും BSP തോറ്റുപോകും. ഇവിടെ BSP ഒരു സ്പോയിലർ ആകും എന്നാണല്ലോ നമ്മൾ വിചാരിച്ചത്. അവിടെ BSPക്ക് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മെയ് 8-ാം തീയതി, ഈ മാസം 8-ാം തീയതി BSP അവരുടെ ഒരു പ്രമുഖ നേതാവിനെ പുറത്താക്കി. എന്തിനാ പുറത്താക്കിയതെന്നറിയോ? ചെറിയ കാര്യമൊന്നുമല്ല. ആനന്ദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് ആനന്ദ് എന്നാണ്. അദ്ദേഹം മായാവതിയുടെ നെഫ്യൂ ആണ്, മായാവതിയുടെ അനന്തരവനാണ്. അതായത് ആ മായാവതിയുടെ അനന്തരവനെയാണ് ഡിസംബർ 23-ാം തീയതി 2023, കഴിഞ്ഞ വർഷം ഡിസംബർ 23-ാം തീയതി, അതായത് 5 മാസം മുമ്പ് തൻ്റെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത്. മായാവതിയുടെ അനന്തരവനെയാണ് പ്രഖ്യാപിച്ചത്. ഈ 8-ാം തീയതി മായാവതി ആ പോസ്റ്റിൽ നിന്ന്, അതായത് നാഷണൽ കൺവീനർ പോസ്റ്റിൽ നിന്ന് ഈ ആനന്ദിനെ പുറത്താക്കി. എന്തിനാണ് പുറത്താക്കിയതെന്നറിയാവോ? ആനന്ദ് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പേരിലാണ് പുറത്താക്കിയത്. ആ പ്രസംഗം എന്തായിരുന്നു? അദ്ദേഹം ആദിത്യനാഥ് ഗവൺമെൻറ്റിനെ വിളിച്ചു ബുൾഡോസർ ഗവൺമെൻറ് എന്ന് വിളിച്ചു. ഈ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ബുൾഡോസർ ഗവൺമെൻറ്റാണ്, ഇവന്മാർ ട്രെയിറ്റേഴ്സാണ്, ഇവർ വഞ്ചകരാണ്, ഇവർ 16,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പ് നടത്തിയവരാണ്. ഇവിടുത്തെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് പ്രകാരം 16,000 കിഡ്നാപ്പിംഗ് ഈ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ സർക്കാരിനെ വിശ്വസിക്കരുത് എന്ന് ഈ പറയുന്ന ആനന്ദ് പ്രചാരണം നടത്തി. സീതാപൂരിലാണ് ഈ പ്രചാരണം നടത്തിയത്. ആനന്ദിനെ അപ്പം തന്നെ പുറത്താക്കി. ഇനി ഇയാളല്ല എൻ്റെ ഹെയർ അപ്പാരൻറ്റ്, എൻ്റെ പിൻഗാമി ഇയാളല്ല എന്ന് മായാവതി പ്രഖ്യാപിച്ചു.
അതോടുകൂടി മായാവതിയുടെ മുഴുവൻ ഫോളോവേഴ്സിനും എന്താണ് മായാവതി പ്രതിനിധാനം ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എന്ന് ബോധ്യപ്പെട്ടു. അഥവാ ആ ദളിത് വിഭാഗങ്ങൾക്ക് അവരാണല്ലോ ഇവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ആ വോട്ട് ബാങ്കിന് കൃത്യമായി ബോധ്യപ്പെട്ടു ഈ മായാവതി എന്ന് പറയുന്ന കഥാപാത്രം BSP എന്ന് പറയുന്ന പാർട്ടി BJPക്ക് വിടുപണി ചെയ്യുകയാണ്, അത് നമുക്ക് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് BSPന് ഒരു സ്പോയിലർ ഫാക്ടറും ആകില്ല. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന പൂർവാഞ്ചൽ പ്രദേശത്തും ഒരു ഇഫക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല BSP. അവിടെയും നഷ്ടം വരാൻ പോകുന്നത് BJPക്കാണ്. അതുകൊണ്ട് ഈ പറയുന്ന നരേന്ദ്രമോദി 350 സീറ്റ് കിട്ടും, അല്ലെങ്കിൽ NDAക്ക് ഭൂരിപക്ഷം കിട്ടും, അമിത്ഷാ പ്ലാൻ ബിയുടെ ആവശ്യമില്ല, പ്ലാൻ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു നിഷ്കളങ്കത്വം എനിക്കില്ല. ഈ രാജ്യത്ത് വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ആ മാറ്റത്തിൻ്റെ ചൂട് ആദ്യം ബോധ്യപ്പെട്ട 2 നേതാക്കളാണ് ഞാനത് ആദ്യം മുതൽ പറയുന്നുണ്ട്, നരേന്ദ്രമോദിയും അമിത്ഷായും. അതുകൊണ്ട് ഈ നിലയില്ലാ കയത്തിൽ കിടന്ന് കാലിട്ടടിക്കുന്നത് പോലെ മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ട്, ഈ റിസർവേഷൻ്റെ പേരിലുള്ള തട്ടിപ്പ് പറഞ്ഞുകൊണ്ട്, അത്തരത്തിലുള്ള ഭിന്നതയുണ്ടാക്കി എന്തെങ്കിലും 4 സീറ്റും 4 വോട്ടും തങ്ങളുടെ ഭാഗത്തേക്ക് വരുത്താൻ കഴിയുമോ എന്നുള്ള അന്തിമ പരിശ്രമമാണ് നടക്കുന്നത്. രാമൻ ഒരു ഇഫക്റ്റും ഉണ്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി ഒരു അഭിനവ രാമനായിട്ട് തന്നെ പ്രതിഷ്ഠിക്കുന്ന, ഇപ്പോഴാണ് കേട്ടോ പ്രാണപ്രതിഷ്ഠ നടന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രാണപ്രതിഷ്ഠയാണ് നടന്നിരിക്കുന്നത്. ആ പ്രാണപ്രതിഷ്ഠ അദ്ദേഹത്തെ ദൈവമായി പ്രഖ്യാപിച്ച് അദ്ദേഹം തന്നെ പിന്നെ ആ ചടങ്ങ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാൾ ദൈവം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അത്ഭുതകരമായൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വോട്ടെടുപ്പിൽ. നേരത്തെ സുജയ പറഞ്ഞു ഈ നരേന്ദ്രമോദി അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന്. നരേന്ദ്രമോദിയുടെ വായിൽ കയറിയിട്ടാണ് ഈ സൈക്കോഫാൻസ് തുപ്പല് തിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്തൊക്കെ പറയാം എന്നത് സംബന്ധിച്ച് നമ്മൾ ജവഹർലാൽ നെഹ്റു മുതൽ കാണുകയാണ്. നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? എൻ്റെ അമ്മ ജീവിച്ചിരുന്നത് വരെ എൻ്റെ ജനനം ജൈവികമായ ഒന്നാണെന്ന ധാരണ എനിക്കുണ്ടായിരുന്നു. അവരുടെ വിയോഗത്തിന് ശേഷം എല്ലാ അനുഭവങ്ങളും നോക്കുമ്പോൾ എന്നെ ദൈവം അയച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ന്യൂസ് 18 കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. എന്താണ് ഈ ജൈവികമായ ഒന്നാണ് എന്നുള്ള ധാരണ എനിക്കൊന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത്? ഞാൻ പ്രസവിക്കപ്പെട്ടതല്ല, എൻ്റെ അമ്മയാൽ പ്രസവിച്ചതല്ല എന്നാണ്. അച്ഛനെയും അമ്മയും തള്ളിപ്പറയുകയാണ് മനുഷ്യൻ. അപ്പോൾ ആ നിലയിൽ ഒരു പ്രസ്താവന നടത്തിയിട്ട് അത് അങ്ങനെയല്ല പറഞ്ഞത് എന്ന് ഇങ്ങനെയുള്ള സൈക്കോഫാൻസ് അയാളുടെ വായി കയറി നിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ഡയലോഗ് മാറ്റി പറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യമില്ല. നോക്കൂ, ഇത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, വ്യക്തമാണത്. ഒന്ന്, കോലീഷൻ വരികയാണെങ്കിൽ പോലും ഞാനാണ് എന്നുള്ളത്. 2, 75 എനിക്ക് ബാധകമല്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞല്ലോ. അടുത്ത വർഷം സെപ്റ്റംബർ മാസത്തിൽ 75 വയസ്സ് തികയുന്ന 2 പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ഒന്ന് നരേന്ദ്രമോദി, 2 മോഹൻ ഭാഗവത്. ആ RSSന്റെ സർസംഘചാലക് ഇത് BJPയുടെ അലിഖിത നിയമമാണ് എന്ന് പറഞ്ഞാൽ ഒഴിയേണ്ടി വരും. അതിനു മുമ്പ് 2024 ജൂൺ മാസം 4-ാം തീയതി കോലീഷൻ ആണെങ്കിൽ എല്ലാ കോലീഷൻ ഘടകകക്ഷികൾക്കും സ്വീകാര്യമായ മറ്റൊരാൾ പ്രധാനമന്ത്രി ആകട്ടെ എന്ന് RSS പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് 50.7 കോടി ജനങ്ങൾ ഇതിനകം വോട്ട് ചെയ്തു കഴിഞ്ഞു. എത്ര കാലമായി ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ കാര്യം ആവശ്യപ്പെടുന്നു. കോടതി പറയുകയാണ് ഞങ്ങൾ 17C ജനങ്ങൾക്ക് കൊടുക്കാൻ വെച്ചതല്ല എന്ന്. പോളിംഗ് ഏജന്റുമാർക്ക് മാത്രം പോളിംഗ് ഏജന്റുമാർക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യം സുതാര്യമായ നിലയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ, അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പം ഉണ്ടാകുന്ന കള്ളക്കളി ഉണ്ടല്ലോ, ഒരുമാതിരി തിരുമാലിക്കളി ഉണ്ടല്ലോ. ആ തിരുമാലിക്കളിയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോ ഭാഗികമായി പറഞ്ഞതിലൂടെ. ഇനിയിപ്പോൾ എനിക്കറിയേണ്ട കാര്യമുണ്ട്, എൻ്റെ ബൂത്തിൽ എത്ര വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്, ആ വോട്ടുകൾ ആരുടെയൊക്കെയാണ്, എൻ്റെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ഇതൊക്കെ പറയാൻ ധൈര്യം കാണിക്കാത്തത് അവസാന ഘട്ടത്തിൽ കള്ളത്തരം കാണിക്കേണ്ടി വന്നാൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് സർ. അതായത് കൃത്യമായി ഈ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ഈ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ബൂത്തിലൊക്കെ എന്തായാലും ബൂത്തിലെ വരുന്ന ഓരോരുത്തരുടെയും എണ്ണം എടുത്ത് പാർട്ടി തന്നെ കണക്കുണ്ടാക്കിയിട്ടുണ്ടാകും. എല്ലാ പാർട്ടികളുടെയും കയ്യിലുണ്ട്. കള്ളത്തരം കാണിക്കാൻ വരുമ്പോൾ പറയാം. തെളിഞ്ഞു എന്നാണ് 4 പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.